ഉണ്ടാവുന്നേ ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ. അതിനെന്താ കുഴപ്പം? എനിക്ക് അയാളെ പരിചയപ്പെട്ടത് എനിക്ക് കുറേ നേരമായല്ല പ്രസംഗിക്കുന്നു. ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുത്ത് കാണും. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മളിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൈം ഫ്രെയിം ഡിക്ലെയർ ചെയ്യാൻ പോകുക ഗവൺമെൻറ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൺസെഷൻ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചുമതലകളുണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ചുമതലകളായിരുന്നു റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി. 10 വർഷം ആമ ഇഴയുന്ന വേഗത പോലും അതിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നതൊരു വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ തീരുമാനിച്ചെന്താ, റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള 12,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ലാൻഡ് അക്വിസിഷന് കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് 1,600 കോടി കൊടുക്കണമെന്നാണ്. അത് കൊടുക്കാതെ വെച്ച് ഇപ്പോൾ ലാൻഡ് അക്വിസിഷന് 3,200 കോടിയായി. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ തീരുമാനിച്ചു 3,200 കോടി കൊടുക്കാൻ. കാരണം എന്തായാലും റോഡ് കണക്ടിവിറ്റി വേണം. അത് വളരെ വേഗത്തിൽ, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വേഗത്തിൽ ആ ലാൻഡ് അക്വിസിഷൻ നടക്കും. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രോട്ടോക്കോൾ തന്നെ ഗവൺമെൻറ് തയ്യാറാക്കിയാണ്. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഇത്രയും ദിവസത്തിനിടയിൽ ഞങ്ങൾ പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു ഡൽഹിയിൽ. ഞങ്ങൾ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഈ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഞങ്ങൾ ചർച്ച നടത്തി. ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം പ്രഖ്യാപിച്ച് ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പകുതി ചെലവിലും പകുതി സമയത്തും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം പരമാവധി. മാത്രമല്ല, ഇതൊരു ഗേറ്റ് വേ ആണ്, ഇൻ്റർനാഷണൽ റൂട്ടിലാണ്. ബാക്കിയുള്ള കേരളത്തിലെ പോർട്ടുകളെ, കൊച്ചിൻ പോർട്ടിനെയും അതുപോലുള്ള ബാക്കിയുള്ള 18 മിനി പോർട്ടുകളെയും കണക്ട് ചെയ്ത് മുഴുവൻ കേരളത്തെയും ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നുള്ള ഈ സർക്കാരിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കമായി. ചരക്ക് നീക്കം തുടങ്ങി. ഇല്ല, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യം വേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. ചരക്ക് നീക്കം തുടങ്ങുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അത് അവരോട് ചോദിക്കണം. അവരെന്താ വരാതെന്ന് എന്നോട് ചോദിച്ചിട്ട്. ചരക്ക് നീക്കം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് റെയിൽവേ കണക്ടിവിറ്റി അടക്കമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സംസ്ഥാന ദേശീയപാതയുടെ നിർമ്മാണമാണ്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നൽകിയ മറുപടി അനുസരിച്ച്, എം പിമാർക്ക് നൽകിയ മറുപടി അനുസരിച്ച് പലയിടങ്ങളിലും റീച്ചിൽ 2028ഉം 2029 ആവും പൂർത്തിയാവാൻ. അപ്പോൾ ഈ ചരക്ക് നീക്കമൊക്കെ വേഗത്തിലാവാൻ ദേശീയപാത നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഞാൻ തന്നെ പങ്കെടുത്ത ദേശീയപാത അതോറിറ്റിയുടെ ആളുകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി, വിശദമായ ചർച്ചകൾ, ഓരോ സെക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ ചർച്ചകൾ തുടരുകയാണ്. ഇന്നും നാളെയുമായിട്ട് ആ ചർച്ചകൾ തുടരുകയാണ്. വീണ്ടും വേഗത്തിലാക്കാൻ ഏറ്റവും സ്ലോ ആയ റീച്ചുകളുടെ കംപ്ലീറ്റ് കണക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും സ്ലോ ആയ റീച്ചുകൾ, പ്രശ്നങ്ങളുള്ള റീച്ചുകൾ, പരാതികളുള്ള റീച്ചുകൾ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടി പങ്കെടുത്ത സുദീർഘമായ ഒരു യോഗം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടന്നു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും.